റിഷുവിന് സ്നാക്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പക്ഷേ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴേക്കും റെഡിയാക്കി വെച്ചതാണ്. അത് കണ്ടപ്പോൾ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ അത് പ്രതീക്ഷിക്കണ്ട, കാരണം ആൾ കുറച്ച് ക്യാമറ ഷൈ ആണ്. അപ്പോൾ റിഷുവിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പാത്രത്തോടു കൂടി ചാടിയിട്ടുണ്ട്, അത് സാരമല്ല. സവാള വാടിയതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ബീഫ് ഉണ്ടല്ലോ വേവിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തതാണ്, അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് മസാല റെഡിയായി. ഇനി പൊട്ടറ്റോ വേവിച്ച് സ്മാഷ് ചെയ്തതാണ് ഇട്ടത്, അതിലേക്ക് ബീഫ് മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടെ. ഞാനിപ്പോൾ സാധാരണ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലുള്ളൂ ആക്കുന്നത്. എന്നിട്ട് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യുക. അതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ 1 മാസം വരെ സൂക്ഷിക്കാം കേട്ടോ. ഞാനിപ്പോൾ സൂക്ഷിക്കുന്നൊന്നുമില്ല, ഒക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വല്ലപ്പോഴാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റിഷുവിന് കുറേ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നത് അതിഥി റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിൽ ഫ്രൈ ചെയ്താണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, കുക്കിങ്ങിനും അതിഥി റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ബെസ്റ്റാണ്. എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. കാരണം കട്ട്ലറ്റ് അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ ഇങ്ങോട്ട് എടുത്താൽ മതി. ആഹാ, എന്താ രസമല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്.